നമ്മൾ തൊലിക്കണം. തൊലിച്ചിട്ട് നമുക്കിത് രണ്ട് മുട്ട വേണമെന്ന് പറയും. 2 മുട്ട ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ്. എടാ നേരത്തൊന്നും ആക്കല്ല അലിഷ്ണുയ. നമ്മള് ബ്ലൂബെറി മഫിൻസിന് വേണ്ടത് ആദ്യം നമുക്ക് ബ്ലൂബെറി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പറയേണ്ടത് ബ്ലൂബെറി മഫിൻ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്ലൂബെറി മഫിൻ. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ബ്ലൂബെറീസ്, ഫ്രഷ് ബ്ലൂബെറീസ് വേണം നമുക്ക്. നല്ല റൈപ്പ് ബനാന വേണം. ഇത് ഫിലിപ്പൈനി പഴം, ഞങ്ങൾ UAE ഫിലിപ്പൈനി പഴം എന്ന് പറയും. മുട്ട 2 ക്രീമി പീനട്ട് ബട്ടർ, ബദാം, നമുക്ക് ബേക്കിംഗ് പൗഡർ, പിന്നെ നമുക്ക് ഓട്സ് ആണ് ഇതിന് മെയിൻ കേട്ടോ. ബ്ലൂബെറീസ് ഉണ്ട് ഇതിന് മെയിൻ. നമ്മൾ ഫ്ലോറായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഓട്സ് പൗഡർ ആണ് കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഓട്സ് പൊടിക്കണം. നമുക്ക് ഓട്സ് ആദ്യം പൊടിച്ചെടുക്കാം. ഞാൻ അത് പറയട്ടെ, അമ്മ തരാം. ഓക്കെ, നമ്മൾ ഓട്സ് പൊടിക്കുന്നതിൻ്റെ കൂടെ ബദാമും കൂടി ഇട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കപ്പോൾ ഒരുമിച്ചിടാം. കാട്ടിന് അടക്കിക്ക് ജിട് കുറച്ചിട് സ്പൂൺ ഇട്ടിടാൻ പറഞ്ഞിട്ട്. ഓക്കെ, അമ്മട്ടോ 1 2 3 4 5 6 7 8 സ്പൂണ് നമ്മളിട്ടിങ്ങനെ. നമുക്ക് അതിൻ്റെ കൂടെ ഈ ബദാം കൂടി ഇടാം. ഓൾറെഡി പൊടിച്ചത് കുറച്ചുണ്ട്, അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിടിച്ചോട്ടോ അലിശ, 2 പിടിച്ചത് പിടിച്ചോ. 1 2 3 നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാചകം മതി. എടുക്കാതല്ല, ഇത് നമ്മൾ തൊലിക്കണം. തൊലിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, മാഷ് ചെയ്യണം. ഓക്കെ, എന്നത് തൊലിച്ചോണ്ടാ കുടിക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയാലോ. ഇതിവിടെ കൊണ്ടുവരൂ. ഇവിടെ ഇഷ്ടാ. ഷെഫ് ഒന്ന് അലിഷ്ണു ആണ് എല്ലാം ഉണ്ടാക്കാൻ പോണേ. ആദ്യമായിട്ട് പഴം ഇതിലിടില്ല, പഴം തൊലിക്കി. ഓക്കെ, മമ്മ തൊലിച്ചു തരാം. പഴം ഇതിലിട്ട് ഇതിൽ വെക്ക്. ഓക്കെ, മമ്മ വെച്ചോളാം. പഴം നിക്ക് മമ്മ. ഫോർക്ക് എടുക്കട്ടെ. അതൊന്ന് പോസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ചെയ്തോളൂ. കുത്തിങ്ങനെ ഇതൊന്നൊന്ന് മാഷ് ആവില്ല. മമ്മ കാണിച്ചു തരാം. ഇങ്ങനെ മാഷ്. ഓക്കെ, മാഷ് ആവുന്നില്ല. നമുക്കത് ജ്യൂസ് എടുത്ത് തരാം. കുറച്ച് ടാസ്ക് കൊടുത്തിട്ട് വരണം. നന്നായിട്ട് സ്മാഷ് ആവണം കേട്ടോ. ജലസ് ഇവിടെ നിന്ന് പിപ്പി ഇതാ. ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊന്നും കൂടി എത്തിക്കാനില്ല. നിങ്ങളൊറ്റയ്ക്ക് എത്തിക്കോളി.
ഇവിടെ നിന്നായിരിക്കും. ഇനി മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. 2 മുട്ട വേണമെന്ന് പറയും. 2 മുട്ട ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ്. പൊട്ടി ഇതൊക്കെ മമ്മ പൊട്ടിച്ചേരാ. നമുക്ക് മുട്ട ഒഴിക്കട്ടെ. അതൊക്കെ ഹായ് ഹായ് 2 മുട്ട ഹായ്. ഓക്കെ ലല്ലൂസ് മിക്സ് ചെയ്യൂട്ടാ. നമ്മൾ 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്താ മിക്സ് ഇങ്ങനെ മിക്സ് എന്താ മിക്സ് ചെയ്തോട്. എടാ നേരത്തൊന്നും ആക്കല്ല വിഷ്ണുയ. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇടേണ്ടത് നമുക്ക് നെക്സ്റ്റ് ഇടേണ്ടത് പീനട്ട് ബട്ടർ ആണ്. പീനട്ട് ബട്ടർ നമുക്ക് കിട്ടാൻ നോക്കിയിട്ട് നമുക്ക് ഒരു 60 ഗ്രാമോളം മതി കേട്ടോ പീനട്ട് ബട്ടർ. ഒരു മിനിറ്റ് മമ്മക്ക് തന്നെ മമ്മക്ക് നോക്കാം. ഞാൻ പീനട്ട് ബട്ടർ എടുത്ത് ഓഫ് ചെയ്തിക്കണോ? ഓഫ് ചെയ്താളാ. ഇതിന് വേണ്ടി നമുക്ക് ഇച്ചിരി ജാഗിരി ചേർത്ത് കേട്ടോ. 1 സ്പൂണോടെ ഇട്ട് കൊടുക്കണല്ലേ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യട്ടോ. ലൂസ് ഭയങ്കര മിക്സിങ്ങിൽ അവൻ അഗ്രഗണ്യനാണ്. മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്യും. നമുക്ക് ബ്ലൂബെറിയിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടാം. 1 ടീസ്പൂൺ ഇട്ടാ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിപ്പോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓട്സും ആൽമണ്ടും കൂടി ഉള്ള അതിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് അതിന്റെ തിക്നെസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കി പൗഡർ മിക്സ് ചെയ്യാം. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലാട്ട കിട്ടേണ്ടത്. ഇങ്ങനെ ഡിസ്ക് ഇതാക്കുമ്പോൾ ഈ ഒരു രീതിക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് ബ്ലൂബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച ബ്ലൂബെറീസ് ആണ്. ജസ്റ്റ് നമ്മൾ ഒന്ന് ഉടച്ചിങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലായിട്ട് ആഡ് ആക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഫ്രഷ് ബ്ലൂബെറീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ബ്ലൂബെറീസ് ആഡ് ചെയ്ത് വെക്കട്ടാ. നമുക്ക് ഫ്രഷ് ബ്ലൂബെറീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് ചെറുതാക്കണമൊന്നുമില്ല ഇനി. ഇല്ലില്ല, അങ്ങനെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നമ്മൾ ഈ കേക്കിന്റെ ഈ കപ്പിലാണ് ഈ മഫിൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനി ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ സിനമൺ പൗഡർ ഇടാൻ മറന്നു. നമുക്ക് കുറച്ച് സിനമൺ പൗഡറും കൂടി ഇടാം. ഓക്കെ, ഒരു സ്പൂൺ മതി. 1 സ്പൂൺ അങ്ങനൊന്നും പറയാൻ
1 സ്പൂണ് സിനമൺ പൗഡർ ഇടുന്നുണ്ട്, ജസ്റ്റ് ഫോർ ടേസ്റ്റ്. ഓക്കെ, മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എത്ര മതി. നമുക്കിതിൽ ഈ പ്ലേറ്റിൽ 3 കൊള്ളുള്ളൂ, അപ്പോൾ നമുക്ക് 3 വെക്കാം. ഈ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിക്കാം. നമുക്കിനി ഈ കപ്പ് കേക്കിൻ്റെ ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇത്രയും നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ചെമ്പ് ഓക്കെ പ്രീഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡ് വെച്ച പാത്രങ്ങൾ ഈ പാത്രം ഇതിലോട്ട് ഇറക്കി വെക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം. 1 മിനിറ്റ് ഇട്ടോ നോക്കി. ഇപ്പം നമ്മളെ ചെമ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ കാണിച്ചോ, കുറച്ച് ഇതേപോലെ. അപ്പം നമ്മളെ ചെമ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം ഇതിലോട്ട് ഇറക്കി വെക്കാം. ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നല്ലൊരു വെയിറ്റ് വെക്കണം. ആദ്യം നമ്മൾ 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് വേവിക്കണം. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടൊരു 10 മിനിറ്റ്, അത് മതിയാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കാം. ഈ വെയിറ്റാണ് ഞാൻ വെക്കണേ. നന്നായിട്ട് ഇത് പ്രഷറായിട്ട് ഓക്കെ. വാവ്, സെറ്റ്. നമ്മളപ്പം ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി മഫിൻസ്. ലല്ലൂസ് തിന്നു നോക്കാം. ബ്ലൂബെറി മഫിൻസ് ആണ്. മഫിൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ വേറൊരു സാധനം തരാം. ഏച്ചോ 2 കയ്യിൽ വെച്ചു. ഓക്കെ, കുട്ടി ഷെഫ് വാ. വാവുന്ന് പറയും, വാവുന്ന്. വെള്ളട്ട് വന്നതാണോ? വെള്ളട്ട് വന്നതാ ലൂസേ? അങ്ങനെ ആക്കി കൊടുക്കടി, തല കൊട്ടി കൊടുക്കടി. അങ്ങനല്ല, ഓന്റെ കൈവിട്ട് തന്നെ. ഓന്റെ കളിയില് അപ്പൊ ഇപ്പോ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നമ്മൾ ഓഫിന് നന്നായി പഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ബാറ്ററിൽ നമുക്ക് ഒരു അടുത്ത സെറ്റിനും കൂടി ഉള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പേപ്പർ കഴിയും. അന്നാൾ ഫോർക്ക് കൊടുക്കും. മേലെ കുടിച്ചാ മഫിന് കഴിക്കാം നമുക്ക്. ചൂടുണ്ട് വെയിറ്റ് ആക്ക്. വേണ്ട തിന്നടോ. ചങ്ങായി എപ്പോഴും ഞാൻ തന്നെ തിന്നൂട്. മഫിനൊപ്പം നന്നായി വന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ട്. വാ, നല്ല ഫ്ലഫി
ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ബ്ലൂബെറിന്റെ ടേസ്റ്റും പിന്നെ സിനമണിന്റെ ടേസ്റ്റും ഭയങ്കരമായിട്ട് അടിപൊളി. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം.